എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ ഇന്ന് വൈകിട്ട് 3 മണിയോടെ ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് A+ ലഭിക്കാനായിട്ട് എത്ര മാർക്കാണ് നേടേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് 100ലും അതുപോലെ 50ലുമാണ് മാർക്ക് വരുന്നത്. അതായത് 100 മാർക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു 80 മാർക്കാണ് ആ ഒരു വിഷയത്തിൻ്റെ എഴുത്ത് പരീക്ഷയിലെ മാർക്കും, അതുപോലെ തന്നെ 20 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടൽ 100 മാർക്കാണ് വരിക. അതുപോലെ തന്നെ ഈ ഒരു 50 മാർക്ക് എന്ന് പറയുന്നത് അതായത് 40 മാർക്ക് CEയും, അത് CE അല്ല 40 മാർക്ക് എഴുത്ത് പരീക്ഷയും 10 മാർക്ക് CEയുമാണ്, അതായത് ടോട്ടൽ 50 മാർക്ക്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആ ഒരു 100ലും അതുപോലെ 50ലും മാർക്ക് വരുന്നത്. അതായത് 80 മാർക്ക് എഴുത്ത് പരീക്ഷയിലും അതുപോലെ 20 മാർക്ക് CE മാർക്കും ആണ് ടോട്ടൽ 100ൽ വരുന്നത്. അതുപോലെ 50 ആണെങ്കിൽ 40 മാർക്ക് എഴുത്ത് പരീക്ഷയും 10 മാർക്ക് CE മാർക്കുമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് ഈ ഒരു രീതിയിൽ A+ അതുപോലെ A ഗ്രേഡ് ലഭിക്കുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ SSLC റിസൾട്ടിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് അറിയാൻ സാധിക്കില്ല. ജസ്റ്റ് അതിൻ്റെ ഗ്രേഡ് മാത്രമാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക. നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ റിസൾട്ടിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഗ്രേസ് മാർക്ക് ഇല്ല എങ്കിൽ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിൽ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 80 മാർക്കിൽ അതായത് 80 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയിൽ 10 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടൽ 100ൽ A+ ലഭിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു 40 മാർക്കിൻ്റെ വിഷയത്തിൽ അതായത് ഈ 10 മാർക്ക് CE ഉൾപ്പെടെ 50ലാണ്. അപ്പോൾ 50ൽ A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 100 മാർക്കിൻ്റെ ആ ഒരു കാര്യത്തിൽ നോക്കാം. നിങ്ങൾക്ക് 90 മുതൽ 100 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ അത് A+ ആണ്. അതുപോലെ 80 മുതൽ 89 വരെ കിട്ടുകയാണെങ്കിൽ അതായത് A ഗ്രേഡ് ആയിരിക്കും. അതുപോലെ തന്നെ B+ ലഭിക്കാനായിട്ട് 70 മുതൽ 79 വരെയും, B ഗ്രേഡ് കിട്ടാനായിട്ട് 60 മുതൽ 69 വരെയുമാണ് മാർക്ക് വേണ്ടത്. C+ കിട്ടുകയാണെങ്കിൽ 50 മുതൽ 59 വരെയും, C കിട്ടണമെങ്കിൽ 40 മുതൽ 49 വരെ മാർക്കും, അതുപോലെ D+ ആണ് കിട്ടേണ്ടതെങ്കിൽ 30 മുതൽ 39 വരെ മാർക്കുമാണ് വേണ്ടത്. അതുപോലെ D ഗ്രേഡ് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ 20 മുതൽ 29 വരെ മാർക്കാണ് വേണ്ടത്. E ഗ്രേഡ് കിട്ടാനായിട്ട് 20 മാർക്കിന് താഴെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മിനിമം ഈ ഒരു D+ എങ്കിലും കിട്ടിയാൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ഈ ഒരു SSLC പരീക്ഷ ജയിക്കുകയുള്ളൂ. അതായത് CE മാർക്കും പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ പ്രാക്ടിക്കൽ മാർക്കും, എഴുത്ത് പരീക്ഷ അതായത് TE മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു TE മാർക്കും ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 30 to 39% മാർക്ക് ആകെ വേണം. അതായത് 100 മാർക്കിൻ്റെ വിഷയത്തിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 30 മാർക്ക് CE ഉൾപ്പെടെ അതായത് എഴുത്ത് പരീക്ഷയും CE മാർക്കും ഉൾപ്പെടെ 30 മാർക്ക് മുതൽ 39 വരെ കിട്ടിയാൽ മാത്രമാണ് ഈ ഒരു D+ കിട്ടുകയുള്ളൂ. അപ്പോൾ മിനിമം 30 മാർക്കെങ്കിലും നേടിയാൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ആ ഒരു അതായത് ഇംഗ്ലീഷ്, അതുപോലെ മാത്സ്, അതുപോലെ സോഷ്യൽ സയൻസ് എന്നിവ പാസ്സാവുകയുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 50 മാർക്കിൻ്റെ വിഷയത്തിൽ അതായത് 40 മാർക്ക് എഴുത്ത് പരീക്ഷയും അതുപോലെ തന്നെ 10 മാർക്ക് CE മാർക്ക് ഉൾപ്പെടെയുള്ള ആ ഒരു വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് 45 മുതൽ 50 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ A+ ആണ് കിട്ടുക. അതുപോലെ 40 മുതൽ 44 വരെയാണ് മാർക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് A ഗ്രേഡാണ് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 35 മുതൽ 39 വരെ മാർക്കാണ് കിട്ടുന്നതെങ്കിൽ B+ ഗ്രേഡും, 30 മുതൽ 34 വരെ മാർക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് B ഗ്രേഡുമാണ് കിട്ടുക. C+ കിട്ടണമെങ്കിൽ 25 മുതൽ 29 വരെ മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുപോലെ തന്നെ C ഗ്രേഡ് കിട്ടണമെങ്കിൽ 20 മുതൽ 24 വരെ മാർക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ D+ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 15 മുതൽ 19 വരെ മാർക്ക് മിനിമം കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ D ഗ്രേഡാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 10 മുതൽ 14 വരെ മാർക്ക് നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ E ഗ്രേഡ് കിട്ടണമെങ്കിൽ 10 മാർക്കിൽ താഴെ അതായത് 1 മുതൽ 9 വരെ കിട്ടുകയാണെങ്കിൽ E ഗ്രേഡാണ് കിട്ടുക. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 15 മുതൽ 19 വരെ അതായത് D+ ഗ്രേഡ് കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് പരാജയപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഓരോ വിഷയത്തിനും ഏത് ഗ്രേഡാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് D ഗ്രേഡാണ് കിട്ടിയതെങ്കിൽ തോൽക്കും. D+ അതിന് മുകളിലുള്ള അതായത് ഈ ഒരു D+ ഇതിന് മുകളിലോട്ടുള്ള ഈ ഒരു ഗ്രേഡുകളോ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഈ വർഷത്തെ SSLC പരീക്ഷ ജയിച്ചു എന്നുള്ളത് അറിയാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ റിസൾട്ടിൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും.
അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു എന്നുള്ളത് മനസ്സിലാക്കാം. അതേസമയം നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ SSLC പരീക്ഷ പരാജയപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ അഥവാ ഫെയിൽഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് സേ പരീക്ഷ നടക്കും. സേ പരീക്ഷയുടെ അപേക്ഷ നാളെ മുതൽ നിങ്ങൾക്ക് സ്കൂളുകളിൽ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.